ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിയെത്തുന്നത് നേരത്തെയാക്കി. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയായിരിക്കും ഇരുവരും ഭൂമിയിൽ കാലുകുത്തുക. അനുകൂല കാലാവസ്ഥ കണക്കിലെടുത്താണ് യാത്രയിലെ മാറ്റം. ടി.ജി. സജിത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്, 9 മാസം ബഹിരാകാശത്ത് താമസിക്കുക മാത്രമല്ല നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് സുനിത വില്യംസ് മടങ്ങിയെത്തുന്നത്. ഒരുപക്ഷെ അവിടെ കുടുങ്ങിപ്പോയത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താമോ ആ രീതിയിലെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ ഈ യാത്രാ പരിപാടിയിൽ ഉള്ള മാറ്റം ഏത് സാഹചര്യത്തിലാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീജ, സുനിത വില്യംസിൻ്റെ മടങ്ങിവരവ് അത് ലോകരാജ്യങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. സുനിത വില്യംസ് എന്നു മടങ്ങി വരുമെന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായി. ഇന്നലെ തന്നെ അതിൽ വ്യക്തതയുണ്ടായി. പക്ഷേ ഇന്ന് പുതിയ അപ്ഡേറ്റ് പുറത്തു വരുന്നത് അല്പം കൂടി നേരത്തെ സുനിതയുടെ മടങ്ങിവരവ് സാധ്യമാകുമെന്ന കാര്യമാണ്. അതായത് അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 5:57 ഫ്ലോറിഡ തീരത്ത് അവരെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്യുമെന്നതാണ് നാസ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതായത് ഇന്ത്യൻ സമയം അത് ബുധനാഴ്ച പുലർച്ചെയായിരിക്കും ആ സമയം. അങ്ങനെ അത് സാധ്യമാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുനിത വില്യംസ് വെറും 8 ദിവസത്തെ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് 9 മാസത്തിന് ശേഷമാണ് അവർ മടങ്ങിയെത്തുന്നത് എന്നതാണ്. ഈ മടങ്ങിവരവ് ദൗത്യത്തിന് അസാധാരണമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സുനിതയുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പല ആശങ്ക ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനൊടുവിലാണ് ഇന്നലെ ഡ്രാഗൺ ഷിപ്പ് ഈ സ്പേസ് ഷിപ്പുമായി ഡോക്ക് ചെയ്യുകയും പുതിയ സംഘം അവിടേക്ക് എത്തുകയും അങ്ങനെ മടങ്ങി വരവിലുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു അവസരം സുനിത വില്യംസ് ഏറ്റവും അധികം സാധ്യതകൾക്കായി ഉപയോഗപ്പെടുത്തി എന്നത് വ്യക്തമാണ്. കാരണം ഏറ്റവും അധികം ആകാശ നടത്തിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നു. ഒടുവിൽ ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ ചുമതലയെ അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെ സുപ്രധാനമായ നിരവധി ഘട്ടങ്ങൾ പിന്നിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘത്തിൻ്റെ മടങ്ങിവരവ് സാധ്യമാവുന്നത്. നാളെ വൈകിട്ട് അമേരിക്കൻ സമയം 5:57 ഫ്ലോറിഡ തീരത്ത് അവരുടെ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നാസ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും ഏറെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണത്. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അവരുടെ ലാൻഡിംഗ് കൃത്യതയാവുന്നു. ഇത് സംബന്ധിച്ച എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നാസ അറിയിച്ചിരിക്കുന്നത്. സഹിത ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അതായത് അവർ തിരികെ ഭൂമിയിലെത്തുമ്പോൾ ഇത്രയേറെ നാളുകൾ 9 മാസത്തോളം ഗ്രാവിറ്റി ഇല്ലാത്ത ഇടത്ത് ജീവിച്ച് തിരികെ എത്തുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ ഒരു ആയുസ്സിൻ്റെ കാലത്ത് ബഹിരാകാശ സഞ്ചാരികൾ നേരിട്ട് ഒരു ഗ്രൂപ്പിനെ സ്വീകരിക്കുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്വീകരിക്കുന്നത് കാണുന്നു, അവർ സംസാരിക്കുന്നത് കേൾക്കുന്നു, പറന്ന് നടക്കുന്ന മൈക്ക് കാണുന്നു. അങ്ങനെ ഒരു ചരിത്ര നിമിഷം തന്നെയാണ് സുനിതയും ബുച്ച് വിൽമോറും മടങ്ങിയെത്തുമ്പോൾ. തീർച്ചയായും നമ്മുടെ ശാസ്ത്ര ലോകത്തിൻ്റെ വളർച്ച അത് അങ്ങേയറ്റം ശാസ്ത്രകുതികൾക്ക് മാത്രമേ എല്ലാ സാധാരണക്കാർക്കും അത് അങ്ങേയറ്റം വലിയ പ്രതീക്ഷ നൽകുന്നതായി കൂടി ആ ദൃശ്യങ്ങൾ മാറി എന്നതാണ് ഇന്നലത്തെ സാഹചര്യം. കാരണം ഡ്രാഗൺ ഷിപ്പ് ഡോക്ക് ചെയ്തതിന് ശേഷം പുതിയ ദൗത്യ സംഘം അവിടേക്ക് എത്തുന്നതും അവരെ സ്വീകരിക്കുന്നതുമായ ദൃശ്യങ്ങൾ, അതിൻ്റെ തത്സയ സംപ്രേഷണമൊക്കെ ഭൂമിയിൽ നിന്നും സാധ്യമാകുന്നു എന്നത് എന്താണ് നമ്മുടെ ശാസ്ത്ര ലോകത്തിൻ്റെ വളർച്ച എന്നത് അതിൻ്റെ സാധ്യതകളിലേക്ക് കൂടിയാണ് കൂടുതലായും എത്തിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്നുകൂടിയുള്ളത്, വെറും 8 ദിവസത്തെ പര്യവേഷണത്തിന് അവിടെ എത്തിയ സുനിത വില്യംസ് ഈ നാളുകൾ ചിലവഴിച്ച് അവിടെ അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുകയും അവിടെ നിന്ന് പലപ്പോഴും ഭൂമിയിൽ നടന്ന പല പ്രധാന ഇവൻറ്റുകളും അവിടെ നിന്ന് അതിന് ആശംസ നേരുകയും ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചേരുന്ന ആ നിമിഷങ്ങൾ അത് സ്വാഭാവികമായും വലിയ തരത്തിലുള്ള നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച, നമ്മുടെ പര്യവേഷണങ്ങളുടെ വളർച്ച, അതിൻ്റെ വിജയമൊക്കെ നൽകുന്നു എന്നതുകൂടിയാണ്. അതുകൂടി അതിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. എന്തായാലും സുനിത വില്യംസിനെ സംബന്ധിച്ച് ഇതുവരെ ബഹിരാകാശ യാത്രികർക്ക് ആർക്കും ഉണ്ടാവാത്ത ഒരു വലിയ അനുഭവം പങ്കുവയ്ക്കാനുണ്ട്. ഇനി അവർ ഭൂമിയിലേക്ക് തിരികെ എത്തിയതിന് ശേഷം അവർക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യം, ഒരുപക്ഷെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങിയെത്തുന്നതിന് നിരവധി കടമ്പകൾ പിന്നിടേണ്ടതുണ്ടാവാം. കാരണം നേരത്തെ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയധികം നാൾ താമസിച്ചുകൊണ്ട് തന്നെ അവർക്ക് ശരീരത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് സംബന്ധിച്ച് കൂടുതൽ സ്വാഭാവികമായ ശാസ്ത്രീയ പഠനങ്ങൾ വേണ്ടിവരും. ഇപ്പോൾ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് സ്വാഭാവികമായും പഴയ നിലയിലേക്ക് വരണമെങ്കിൽ സമയമെടുത്തേക്കാം.
മനസ്സിലാക്കാം. എന്തായാലും അതുകൊണ്ട് സുനിത വില്യംസ് മടങ്ങിയെത്തിയതിന് ശേഷം നടത്താൻ പോകുന്ന ഒരു പക്ഷേ ആദ്യ പ്രതികരണം എന്തായിരിക്കും, അവരുടെ അടുത്ത നീക്കങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ശാസ്ത്രലോകവും കാത്തിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചുകൂടി ഇതൊരു വലിയ നേട്ടം, നാസയുടെ വലിയ നേട്ടം കൂടിയായി ഇത് വിലയിരുത്തപ്പെട്ടു. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ തലമുറ ഒരുപക്ഷെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി, ആദ്യത്തെ ബഹിരാകാശ പര്യവേക്ഷണ പേടകം, ഇതൊക്കെ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിലാണ് വായിച്ച് പഠിച്ചതെങ്കിൽ ഇതാ 9 മാസം ബഹിരാകാശത്ത് താമസിച്ച് തിരിച്ചെത്തുന്ന സംഘത്തെ, രണ്ടുപേരുടെയും സംഘത്തെ കാണാൻ, നേരിട്ട് കാണാൻ, അവർ തിരിച്ചെത്തുന്നത് നേരിട്ട് കാണാനൊക്കെ സയൻസ് നമുക്ക് അവസരമൊരുക്കുകയാണ്. ബഹിരാകാശ സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുമ്പോൾ അവരെ നേരിട്ട് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത് നമ്മളിവിടെ തത്സമയം കാണുകയാണ്. ശാസ്ത്രം വളരുമ്പോൾ അത് അനുഭവിക്കാൻ ഭാഗ്യമുള്ള തലമുറയായി നമ്മൾ മാറുക കൂടിയാണ്. നാളെ അമേരിക്കൻ സമയം നാളെ വൈകിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഫ്ലോറിഡയിൽ കാലുകുത്തുക. അത് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ്. അമേരിക്കയിൽ നിന്നുള്ള പക്ഷേ അടുത്ത വാർത്ത അത്ര ശുഭകരമല്ല. ചുഴലിക്കാറ്റ് വീശിയടിക്കുകയാണ്. 50-ലേറെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെയാണ് ചുഴലിക്കാറ്റ് അമേരിക്കൻ തീരത്ത് വീശിയടിച്ചത്. മൊസോറിയിലാണ് കൂടുതൽ ആൾനാശമുണ്ടായത്. പൊടിക്കാറ്റ് മൂലം കൻസസിൽ റോഡ് കാണാൻ കഴിയാതെ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ചുഴലിക്കാറ്റിന് പിന്നാലെ കാട്ടുതീയും പടരുകയാണ്. നിരവധി വീടുകൾ കാട്ടുതീയിൽ കത്തിനശിച്ചു. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ലഷ്കർ ഇ തൈബ ഭീകരൻ അബു ഖത്തൽ കൊല്ലപ്പെട്ട വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. ഈ മരണത്തിന് പിന്നിലെ കാരണങ്ങളൊക്കെ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യ വിരുദ്ധരായ നിരവധി തീവ്രവാദികൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നിപ്പോൾ പതിവായിരിക്കുകയാണ്. ആരാണ് അജ്ഞാതരായ ആ കൊലയാളികൾ എന്നതാണ് വലിയ ചർച്ച. അതിക്രൂരനായ തീവ്രവാദി ഫൈസൽ നദീം എന്ന അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് ശനിയാഴ്ചയായിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ജലം ജില്ലയിൽ വെച്ചാണ് അജ്ഞാതരുടെ വെടിയേറ്റത്. 2023 സെപ്റ്റംബറിലും ഡിസംബറിലും പാകിസ്ഥാനിൽ നടന്ന 2 വ്യത്യസ്ത സംഭവങ്ങളിൽ അബു ഖത്തലിന്റെ കൂട്ടാളികളായ റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിമും ഹൻസ്ല അദ്നാൻ എന്ന തീവ്രവാദിയും കൊല്ലപ്പെട്ടിരുന്നു. ആരാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും അജ്ഞാതരായ തോക്കുധാരികൾ ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകളിലെ 1 ഡസനിലധികം തീവ്രവാദികളെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ പലരും തീവ്രവാദ സംഘത്തിന്റെ കമാൻഡർമാരായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ ഷാഹിദ് ലത്തീഫ് 2023 ഒക്ടോബറിലാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ കമാൻഡർ ബഷീർ അഹമ്മദ് പീറും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സലീം റഹ്മാനി കൊല്ലപ്പെട്ടത് UAE-യിൽ വെച്ചായിരുന്നു. കൊള്ളക്കാരാണ് വകവരുത്തിയത് എന്നാണ് നിഗമനം. ഖാലിസ്ഥാൻ നേതാവ് പരംജിത് സിംഗ് ലാഹോറിൽ വെടിയേറ്റ് മരിച്ച സംഭവവും അതിനു മുൻപാണ് നടന്നത്. കൊലപാതകങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ടെങ്കിലും അത് രാജ്യം നിരാകരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ വീട്ടിൽ കയറി തിരിച്ചടിക്കുമെന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം പല സൂചനകളും നൽകുന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും
വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് ഇന്ത്യൻ സന്ദർശനത്തിനായി എത്തിയ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. സാമ്പത്തിക സഹകരണം ആഴത്തിലാക്കാൻ ന്യൂസിലൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, എന്തൊക്കെയാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ? എപ്പോഴൊക്കെയാണ് ഈ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത്? ശ്രീജ, ഇന്നലെയായിരുന്നു ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഇന്നലെ വിമാനത്താവളത്തിലടക്കം വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുമായി ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം രാജ്ഭവനിലെത്തി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്കോട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലായി മുംബൈയിലെത്തി അവിടെ നിന്നും വിവിധ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2015 സ്തംഭിച്ചു പോയ വ്യാപാര ചർച്ചകൾ, സ്വതന്ത്ര വ്യാപാര കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറെ എടുത്തു പറയേണ്ടത് 2010 മുതൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരുന്ന ചർച്ചകളായിരുന്നു. ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപം തുടങ്ങിയവയിൽ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ അത് പുരോഗമിക്കുന്നതിനിടെയാണ് പിന്നീട് 2015 ആ ചർച്ചകൾ, ആ കരാറുകളൊക്കെ സ്തംഭിച്ചു പോയത്. ഇത് പുനരാരംഭിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയും ഇന്ത്യയുടെ ഒരു വ്യാപാര ബന്ധത്തിന്റെ അടിത്തറ അത് ഉറപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷേ അതേസമയം വിദഗ്ധർ ഇതിൽ ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ക്ഷീരമേഖലയിൽ അതിൻ്റെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ന്യൂസിലാൻഡ്. അങ്ങനെയാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധത്തെ മെച്ചപ്പെടുത്തിയാൽ അത് ഇന്ത്യയിലെ ഇടത്തരം കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിവിധ കരാറുകളിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്നുകൂടി മനസ്സിലാക്കുന്നു. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരെ ഇഡി സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. ജസ്റ്റിസ് രവീന്ദർ ദുദേജ അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ജൂലൈ 12 സുപ്രീം കോടതി കെജ്രിവാളിന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ കടുവയെ അരണക്കല്ലിലെ തേയിലത്തോട്ടത്തിൽ കണ്ടെത്തി. കടുവയെ മയക്ക് വെടിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ വനംവകുപ്പ്. അനുയോജ്യമായ സമയത്ത് വെടിയുതിർക്കും. പ്രിൻസ് വിവരങ്ങളുമായി. പ്രിൻസ്, രാവിലെ ഈ അരണക്കല്ല് മേഖലയിൽ കടുവയെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ മയക്കുവെടി എന്നതിലേക്ക് തന്നെ കടക്കുകയാണോ? എത്രത്തോളം അനുകൂലമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ?
ശ്രീജ, തീർച്ചയായും മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികളാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെ ഏകദേശം 2:30യോടെയാണ് കടുവ അരണക്കല്ലിലെ ലേക്കിന് സമീപം എത്തിയത്. ഇത് തൊട്ടടുത്തായാണ് നിലവിൽ ഇപ്പോൾ തേയില കാട്ടിനുള്ളിൽ കിടക്കുന്നത്. ഇവിടെ വെച്ച് വെടിവെക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഒരു ഇടുങ്ങിയ പ്രദേശമാണ്. ആ ഒരു തേയില ചെടികളൊക്കെ നിൽക്കുന്ന ഭാഗത്താണ്, അതിന്റെ ഇടയിലാണ് കടുവ കിടക്കുന്നത്. ഇവിടേക്ക് വെറ്റിനറി ഡോക്ടർമാർക്കൊക്കെ എത്തി വെടിവെതിർക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കടുവ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, ഇവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കടുവ നീങ്ങുന്ന ഒരു സമയത്തായിരിക്കും വെടിവെതിർക്കാനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് നീങ്ങുക. എന്തായാലും ഈ നിലവിൽ അരണക്കല്ലിൽ ലയത്തിനോട് വളരെ ചേർന്നുള്ള ഒരു പ്രദേശത്താണ് കടുവ ഇപ്പോൾ ഉള്ളത്. പ്രദേശത്തു നിന്നും അധികം താമസിയാതെ തന്നെ കടുവ ഇവിടം വിട്ട് ഇര തേടി ഇറങ്ങുമെന്നാണ് കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായൊക്കെ ഇര ലഭ്യമായിട്ടുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെയും ഈ അരണക്കല്ലിലെ എസ്റ്റേറ്റിലെ ലയത്തിലെത്തി കടുവ വളർത്തുമൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നാൽ നാട്ടുകാർ ഇറങ്ങുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ കടുവ ഇവിടുന്ന് പിൻവാങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായി ഇര ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ കടുവ ഇര തേടി ഇറങ്ങുമെന്നും ആ സമയത്ത് പിടികൂടാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും തേക്കടിയിലേക്ക് കൊണ്ടുപോകുക. അവിടെ എത്തി ആവശ്യമായ ചികിത്സ നൽകും. കടുവയുടെ കാലിലെ പരിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ഭയാനകമല്ല, ഭീതിജനകമല്ല എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ആണെങ്കിൽ പോലും പുലർച്ചെയാണെങ്കിൽ പോലും ഈ ലയത്തിലേക്ക് എത്തിയ ആളുകൾ കടുവ എത്തുന്ന സമയത്ത് ആളുകൾ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളെ അത്ര വേദനാജനകമായ രീതിയിലേക്കല്ല എന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് ആ മുറിവിൽ ഭേദമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് ഇപ്പോൾ വനം വകുപ്പ് നിരീക്ഷിക്കുന്നത്. എന്തായാലും കാലിൽ മുറിവുണ്ട്. ഇടതുവശത്തെ പുറകിലെ കാലിലാണ് മുറിവുള്ളത്, അല്ലെങ്കിൽ പരിക്കുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രമാത്രം സാഹചര്യമുള്ള അവസ്ഥയിലാണോ? പ്രിൻസ്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതുകൊണ്ട് ആണ് ഒരു കൂട് വെച്ച് പിടിക്കുക എന്നതിലേക്കൊക്കെ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയില്ല. ഇന്നലെ രാത്രി എന്തായാലും കടുവ ഇര പിടിക്കാനിറങ്ങി ഈ വളർത്തുനായും പശുവിനെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ അത്രയ്ക്കില്ല എന്ന് തന്നെയാണോ വനം വകുപ്പ് പറയുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ, അതായത് ആദ്യം ഗ്രാമ്പി മേഖലയിൽ കണ്ട സമയത്തെ സമാനമായ സാഹചര്യം അല്ല നിലവിലുള്ളത്. അന്ന് വളരെ അവസ്ഥയായ നിലയിലായിരുന്നു കടുവയുണ്ടായിരുന്നത്. നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് വനം വകുപ്പ് വിലയിരുത്തിയത് അധികം ദൂരേക്ക് പോവില്ല എന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ പോലും ഇന്നലെ ഇത് വളരെ ദൂരം സഞ്ചരിക്കുന്നത്, ഏകദേശം 1.5 മുതൽ 2 കിലോമീറ്ററോളം ദൂരത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഗ്രാമ്പിൽ നിന്നും മരണക്കല്ല് ഭാഗത്തേക്ക് എത്തി എന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും പെരിയാർ വന്യജീവി സങ്കേതത്തോട് പെരിയാർ വനമേഖല തുടങ്ങുന്ന മേഖലയിലേക്ക് കടുവ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെ പുലർച്ചെ ഈ അരണക്കല്ലിലെ എസ്റ്റേറ്റ് ലേഖനിലേക്ക് എത്തിയപ്പോൾ പോലും കടുവ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നില്ല എന്നായിരുന്നു നാട്ടുകാർ പറയുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇവിടുന്ന് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാലിൽ പെരുക്കുണ്ട്, മുടന്തുണ്ട്, എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ പോലെ അവശനായിരുന്നില്ല. ഇതിന് ഓടി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാം എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ. കടുവ കൂട്ടിൽ കയറുന്നവരെ കാത്തിരിക്കേണ്ടതില്ല, അല്ലാതെ തന്നെ പിടികൂടി ആവശ്യമായ ചികിത്സ നൽകാം എന്ന് തന്നെയാണ് വനം വകുപ്പ് കരുതുന്നത്. എന്തായാലും ഉടൻ തന്നെ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നാണ് കരുതേണ്ടത്. ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി സർജന്മാരടക്കമുള്ള സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. നിലവിൽ ഈ എസ്റ്റേറ്റ് ലയത്തിനോട് വളരെ അടുത്തായി തേയിലത്തോട്ടത്തിലാണ് കടുവയുള്ളത്. ഇവിടെ വെച്ച് വെടിയുതിർക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് കടുവ നീങ്ങുന്ന സമയത്ത് തന്നെ വെടിയുതിർക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത്. ശ്രീജ. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് വണ്ടിപ്പെരിയാറിൽ നിന്ന്. കോഴിക്കോട് കോവൂരിൽ ഇന്നലെ രാത്രി ഓടയിൽ വീണ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. 10 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പാലാഴിയിൽ റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് കോവൂർ സ്വദേശി കളത്തിൻപൊയിൽ ശശി കവിഞ്ഞൊഴുകിയ ഓടയിൽ വീണത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തുകയായിരുന്നു, ഇപ്പോൾ മൃതദേഹം കിട്ടിയെന്നറിയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രി 8:30 ശശി കോവൂര് MLA റോഡിന് സമീപം മണലേരി താഴത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഓടയിലേക്ക് അബദ്ധവശാൽ കാൽ വഴുതി വീണത്. കനത്ത മഴയെ തുടർന്ന് സുഹൃത്തിനൊപ്പം വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഓവുചോലിൽ വെള്ളം കുത്തി നിറഞ്ഞു ഒഴുകുകയും ശശി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്ത് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആളുകൾ സമീപത്ത് ശക്തമായ രീതിയിൽ
തെരച്ചിൽ നടത്തിയെങ്കിലും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് മണിക്കൂറുകളോളം ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശക്തമായ ഒഴുക്കുമുണ്ടായിരുന്നു. രാത്രി വൈകിയും പരിശോധന തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് തെരച്ചിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ നിർത്തുകയും രാവിലെ പുനരാരംഭിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ പാലാഴി ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയതായി നാട്ടുകാർ വിവരമറിയിച്ചത്. ഇതേ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തുകയും മൃതദേഹം കണ്ടെത്തുകയുമാണ് ചെയ്തത്. തുടർ നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ ബസ് സ്റ്റോപ്പും ഈ ഓവുചാലും അഴുക്കുചാലും തമ്മിലുള്ള ദൂരം വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ കനത്ത മഴ പെയ്തപ്പോഴേക്കും ഈ ഓവുചാലിലേക്ക് അറിയാതെ കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് ഒഴുകി പോവുകയുമായിരുന്നു. ഷീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യം ഉറപ്പുവരുത്താനുള്ള ഹൈക്കമാൻഡിന്റെ ഇടപെടലിന് പിന്നാലെ ഇന്ന് നിർണായകമായ KPCC ഭാരവാഹി യോഗം നടക്കുന്നു. രാവിലെ 10:30 ഇന്ദിരാഭവനിലാണ് കെ സുധാകരന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അടക്കം ചർച്ചയാകുമെന്നാണ് വിവരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ ഒരു പ്രത്യേക പരിശീലന പരിപാടിയും KPCC ഭാരവാഹികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. BJPയുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്ന ചർച്ചകളൊക്കെ സജീവമായിരിക്കെ BJPയുടെ നേതൃയോഗവും തിരുവനന്തപുരത്ത് ചേരുകയാണ്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്യുക. പാർട്ടി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി കേരളം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. കെ സുരേന്ദ്രൻ മാറിയാൽ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവരിൽ ഒരാൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മുൻ അധ്യക്ഷനായ V മുരളീധരന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുള്ളത്. കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട് സ്വന്തം വീട് പോലെ കാണണം, അതൊക്കെ. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാ നമ്മുടെ അല്ലാതാകുന്നത്? വീട്ടുകാർക്കല്ല പ്രശ്നം. ആദ്യത്തെ പ്രശ്നം കുടുംബക്കാർക്കും അയൽക്കാർക്കുമാണ്. പക്ഷെ പിന്നെ അവരുടെ ചോദ്യങ്ങൾ വീട്ടുകാരും ചോദിച്ചു തുടങ്ങും.
അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്നാ പോണേ? അവൻ എന്താ വരാത്തെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? നിങ്ങൾ പറ, എന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഗസ്ട്രോളിലല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? അതാണ്. പാതിവില തട്ടിപ്പ് കേസിൽ നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വിശദീകരണം നൽകുന്നുണ്ട്. സർ, ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഇപ്പോ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിന്റെ ഭാഗം. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, തട്ടിപ്പ് സംഘങ്ങളെയും ലഹരി മാഫിയകളെയും പിടിച്ചുകെട്ടുന്നതിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത്. ഈ പാതിവില തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഈ ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം വേഗത്തിൽ തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ. പക്ഷെ നിയമപരമായ നടപടികളുണ്ടല്ലോ, അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. ശ്രീമതി ദലീമ. സർ, ഈ തട്ടിപ്പിനിരയായ കൊള്ളക്കാർക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ തട്ടിപ്പിന് ഇരയായ അരൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് ഈ തട്ടിപ്പിന് കൂടുതലായിട്ട് ഇരയായിട്ടുള്ളതെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. എന്നാൽ 2-3 FIR മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. FIR ഇട്ട കേസുകൾ പിൻവലിച്ചാൽ ആയിരക്കണക്കിന് തട്ടിപ്പിന് ഇരയായവരെ അത് ബാധിക്കുമോ എന്നുള്ളത്. സർ, ഈ തട്ടിപ്പിന് ഇരയായവർ എല്ലാ സ്ഥലത്തും വലിയ തോതിലുണ്ട്. ഓരോ പ്രദേശത്തും അവിടെയാണ് കൂടുതലെന്ന് തോന്നുന്നതാണ്. വലിയ നമ്പറാണ് ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. പോലീസ് ആദ്യം അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ ഒരു ചില്ലറക്കാരല്ല. അവർക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ തട്ടിപ്പ് സംഘങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുക, അതുപോലെ തന്നെ വിസ തട്ടിപ്പ്, അതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, അങ്ങനെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുകയാണ്. സർ, ഈ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പോലീസിങ് ഇന്റലിജൻസ് വിഭാഗം ഇതുപോലെ ശക്തിപ്പെടുത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ നിലപാട് തന്നെയാണ് പൊതുവെ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നിയമപരമായൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ലേ ഇടപെടാൻ പറ്റൂ. നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്നാൽ ശങ്കിക്കേണ്ടതാണ്, സംശയിക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട്. ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ. അത് ആയിരക്കണക്കിന് ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. 1 കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം 12 ലക്ഷം രൂപ, അതായത് 12% പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപ നിക്ഷേപിക്കുകയാണ്.
ഒരു മാസം 12% ഒരു വർഷത്തെ പലിശ 244%. 244% പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ, ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ, ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ്, അമിതമായ ഈ ഒരു ആഗ്രഹം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട്. സർ, തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അൻവർ സാദ്. സർ, യഥാർത്ഥ പോലീസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കണം. സാറേ, ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തില് നല്ല ഇന്റലിജൻസ് വിഭാഗമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ട് ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. മലയാളികൾ ഇന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗം, സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ കാര്യത്തില് അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ, അതിന്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ. ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, ഈ ഭാഗത്താണ് നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ്, ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാണ്. അപ്പൊ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഷംസുദ്ദീൻ. ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടു കൂടി തന്നെയാണ് സർ സംസാരിച്ചത്. കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ. സർ, ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പൊ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിനെ, ഈ പാതിവില തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിനെ സംസ്ഥാനത്ത് പോലീസിന്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എന്റെ ചോദ്യം. സർ, ഇത് ആവർത്തിച്ചു വരുന്ന ഒരു സംശയമാണ്. അത് ഇതിന്റെ വൈപുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത്. പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം, ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. നടപടിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടക്കണ്ടേ? നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയുണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയുകയായിരുന്നു. അതിൽ പാതിവില തട്ടിപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകുകയുണ്ടായി. മറ്റു വാർത്തകളിലേക്ക് പോയാൽ ലഹരിയുടെ വലയെറുക്കാൻ പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഇതര സംസ്ഥാനക്കാരനായി അന്വേഷണം ഊർജിതം. ആലുവയിൽ താമസിക്കുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കേസിൽ ഇതുവരെ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൈവശം വെച്ച കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ അതിൽ 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയിരുന്നു. വിവരങ്ങളുമായി വി അരുണും ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, നിയമസഭയിൽ ഇപ്പോൾ തട്ടിപ്പുകളാണ് സംസാരിക്കുന്നതെങ്കിൽ ഇനി ഇത് കഴിഞ്ഞ് ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന അക്രമ സംഭവങ്ങളും ചർച്ചയാവുന്നുണ്ട്. എങ്ങനെ ഈ വിഷയത്തെ
സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പുകൾ, ജയിൽ, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് സഭയിൽ ഇന്ന് ശൂന്യവേളയിൽ നടക്കേണ്ടത്. അതിൽ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുക ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പിന് വളരെ പ്രധാനപ്പെട്ട റോൾ, പോലീസ് വകുപ്പിന് ആഭ്യന്തര വലിയ പ്രധാനപ്പെട്ട റോൾ ഈ ലഹരി തടയലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രിയുടെ മറുപടിയിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കിയിരിക്കും. 24-ാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം, ഉന്നതതല യോഗം ചേരുക. അതിനു മുമ്പ് തന്നെ കൃത്യമായ നടപടികൾ എല്ലാ ദിവസവും പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയും പ്രത്യേക പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. സഭയിലെ ഈ ഡിമാൻഡ് ചർച്ചയിലും ധനാഭ്യർത്ഥന ചർച്ചയിലും ആ വിഷയം തന്നെ ഉയർന്നു വരാനാണ് സാധ്യത. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. പോളിടെക്നിക്കിലെ കഞ്ചാവ് റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങൾ എന്തായാലും നിയമസഭയിൽ ഉയർന്നു വരാതിരിക്കാൻ സാധ്യതയില്ല. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച, അതായത് ഈ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ആളാര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇയാളെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള അനുരാജിന്റെ കയ്യിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി 4 കിലോ കഞ്ചാവ് നൽകിയതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 2 കിലോ കഞ്ചാവ് മാത്രമേ കോളേജിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 2 കിലോ എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം തുടരുന്നുണ്ട്. ആലുവയിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നിരുന്നാൽ പോലും പോലീസ് അതിന്റെ തൊട്ടു പിന്നാലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 6 പേരുടെ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ 6 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ, അതായത് ഫോൺ വഴി ഉള്ള ഇടപാടുകളായിരുന്നു ഏറെയും. ക്യാഷ് ഉൾപ്പെടെ ഫോണുള്ള വഴിയുള്ള ഇടപാടുകളായതുകൊണ്ട് പെട്ടെന്ന് മറ്റ് സംഘങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോൺ വഴിയാണ് അതിന്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഈ അവസാനം പിടിച്ച അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് 4 കിലോയാണ്. ബാക്കി 2 കിലോയെ പറ്റിയുള്ള അന്വേഷണവുമാണ്. അതേസമയം മറ്റൊരു വ്യക്തത, അതായത് പ്രിൻസിപ്പൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയെന്ന് പറയുന്നത്. അതേസമയം ഈ ഫെബ്രുവരി 13-ാം തീയതി അവിടുത്തെ പോളിയിലെ 2ാം നിലയിൽ നിന്നും, അതായത് പ്രധാന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നും ഒരു കുട്ടി ഗുരുതരമായി വീണ് പരിക്കേറ്റുന്നു. മേൽക്കൂരയിൽ നിന്നുമാണ് വീണിട്ടുണ്ടായിരുന്നത്. മേൽക്കൂര തകർത്താണ് വീണിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ രാത്രി 1 മണിക്കാണ് ആ അപകടമുണ്ടായത്. ആ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ്, ദുരൂഹമായ സാഹചര്യത്തിൽ ഈ കുട്ടി എങ്ങനെയാണ് വീണിട്ടുള്ളത്? ഗുരുതരമായിട്ടാണ് അന്ന് അവന് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ നില സാമാന്യ നിലയിലേക്ക്, അല്ല സാധാരണ നിലയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യമാണ് പ്രിൻസിപ്പാളിന് എന്തോ ദുരൂഹമായ ഒരു കാര്യം തൻ്റെ കോളേജിന്റെ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയും അതേ തുടർന്ന് പോലീസിൽ അദ്ദേഹം ഇൻഫോം ചെയ്യുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ആ ദുരൂഹതയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്നു മുതൽ കോളേജിന്റെ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. മഫ്തിയിൽ ആളുകളുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഈ പരിശോധനയിലേക്കും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത വലിയ അളവ് കഞ്ചാവ് പിടിച്ചെടുത്ത സാഹചര്യത്തിലേക്കും എത്തുന്നത്. അങ്ങനെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇനി മറ്റു കോളേജ്, ക്യുസാറ്റിന്റെ പരിധിയിലുള്ള കോളേജുകളിലൊക്കെയും ഹോസ്റ്റലുകളിലൊക്കെയും പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ സ്വകാര്യ മറ്റൊരു കോളേജിലെ വിദ്യാർത്ഥിയാണ്. അവിടെ യാദൃശ്ചികമായി ബന്ധപ്പെട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിൽ, മെൻസ് ഹോസ്റ്റലുകളിൽ, അതുപോലെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫോർമർമാരുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങൾ നൽകാൻ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും അതിനുള്ള ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ 27 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ നാർക്കോട്ടിക് സെല്ലും പോലീസും കൂടി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. 27 കേസുകളാണ് ലഹരി പിടിച്ചെടുത്തത്. MDMA ആയാലും കഞ്ചാവായാലും ഉൾപ്പെടെ 27 കേസുകൾ ഇന്നലെ മാത്രം നടന്ന പരിശോധനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും തുടർ ദിവസങ്ങളിലും ലഹരി കണ്ടെത്താനുള്ള പരിശോധന പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഡാൻസ് സംഘവും അതിനുള്ള തെരച്ചിലിൽ തന്നെയാണ്.
ഈ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായിരുന്ന ആകാശിന്, അതായത് 1.9 കിലോ കഞ്ചാവ് കൈവശം വെച്ചിരുന്ന ആകാശിനെ റിമാൻഡിൽ കഴിയുകയാണ്. ഇപ്പോൾ ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് ഇന്ന് നൽകും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് വൻ കഞ്ചാവ് വേട്ട. കല്ലമ്പലം സ്വദേശിയായ 72-കാരൻ വിജയമോഹനാണ് റൂറൽ നർക്കോട്ടിക് ഡാൻസ് ഓഫ് ടീമിന് പിടിയിലായത്. പ്രതിയുടെ കൈവശം 1 കിലോഗ്രാം 80 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധനയിലാണ് 72-കാരൻ പിടിയിലാകുന്നത്. വടക്കേവയൽ ശാലി ഭവനിൽ സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന വിജയമോഹനാണ് റൂറൽ നർക്കോട്ടിക് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. പ്രതി കോളനികൾ കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് വിൽപ്പന നടത്തി വന്നത്. ഇതിനു മുമ്പും സമാനമായ കേസിൽ നിരവധി തവണ എക്സൈസ് ഇയാളെ പിടികൂടിയിരുന്നു. ലഹരി കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 1 മാസക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. വീണ്ടും വിൽപ്പന നടത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കല്ലമ്പലം പോലീസിന് കൈമാറി. ന്യൂസ് 18 കല്ലമ്പലം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. എറണാകുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. വല്ലാർപാടം പനമ്പുകാട് ഫാം ഉടമ പോൾ പീറ്ററുടെ ഭാര്യ വിങ്ങിയാണ് മുഖം മൂടി ധരിച്ച ഗുണ്ടകൾ മർദ്ദിച്ചത്. കമ്പിവടി കൊണ്ടായിരുന്നു ആക്രമണം. ആജ്ഞ തന്നെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, വല്ലാർപാടം പനമ്പുകാടുള്ള ഫാം ഉടമ പീറ്ററിന്റെ ഭാര്യയ്ക്കാണ്, വിന്നിക്കാണ് ആക്രമണമേറ്റത്. കൈക്ക് ഏറ്റിട്ടുള്ള, അതായത് കമ്പിവടി കൊണ്ട് കൈകൾ അടിച്ചൊടിച്ചിട്ടുണ്ട്. അതുപോലെ തലയ്ക്കും ഗുരുതരമായ പരുക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ തലയ്ക്ക് ഏറ്റിട്ടുള്ള ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ഇവർ ഇവിടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ICUവിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വിന്നിയുടെ ഭർത്താവ് പീറ്ററിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു. മുഖംമൂടി ധരിച്ച ഗുണ്ടകളാണ് ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രാദേശികമായി CPM നേതാക്കളുമായി വിന്നിയുടെ ഭർത്താവ് പീറ്ററിന് ക്ലാഷ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ആക്രമണമെന്നാണ് അങ്ങനെയാണ് പീറ്റർ പ്രതികരിച്ചത്. അങ്ങനെയാണ് അതിന്റെ കൂടുതൽ അത് ആക്രമിച്ചത് ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നില്ല. എന്തായാലും വിന്നി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഈ ICUവിൽ തന്നെ, ഇവിടുത്തെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ തുടരുകയാണ്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കത്തുന്ന കേരളം. സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് 12 ജില്ലകളിൽ ഇന്ന് മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും കൊല്ലം, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കരുത്. ധാരാളം വെള്ളം കുടിക്കണം. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടനടി ചികിത്സ തേടണം. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിടെ ചില ജില്ലകളിൽ ഇരുണ്ട ആകാശമൊക്കെ കാണും. മഴയ്ക്ക് സാധ്യതയുണ്ട്, ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. വേനൽ ചൂട് കടുക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് പറയാനുള്ളത് ഒരു ദുരിത കഥയാണ്. വെള്ളത്തിന്റെ അറ, അതിൽ നിന്നാണ് വെള്ളറട എന്നൊരു പേര് പോലും കിട്ടിയത്. അങ്ങനെ ഒരു നാട്ടിൽ സ്വന്തമായ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവിടുത്തുകാർ.
1979 വെള്ളറട പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിർമ്മിച്ചതായിരുന്നു ഈ കാണുന്ന കോവലൂർ കുടിവെള്ള പദ്ധതി. കോവല്ലൂർ ആറ്റിന് സമീപത്തു നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് നെല്ലിശ്ശേരിയിലെ സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം വീണ്ടും ശുചീകരിച്ചായിരുന്നു വിതരണ പദ്ധതി. കേരള വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ തുടക്കം കുറിച്ച പദ്ധതി അന്ന് നിലവിലുണ്ടായിരുന്ന 12 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ 2013 കാലഘട്ടത്തിൽ ചുമതല പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് കൂടിയായിരുന്നു ഇത് സ്മാരകമായി തീർന്നത്. ഈ കിണറിലെ വെള്ളം ഓരോ അംശം ഉണ്ട് എന്ന നിലയിലാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള സാങ്കേതിക നടപടികൾ യാഥാർത്ഥ്യമാക്കിയാൽ അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. ആക്കിയാൽ കേരള വാട്ടർ അതോറിറ്റിയുമായി സംയോജിപ്പിച്ച് ഈ പദ്ധതി വിപുലമായ രീതിയിൽ കുടിവെള്ള വിതരണം, ശുദ്ധജല വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള മാതൃകാപരവും ഭാവനാപൂർവമായൊരു നടപടിക്കാണ് തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ശ്രമം നടത്തേണ്ടത്. അതില്ലാത്തതാണ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ 23 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ആകെയുള്ള കാളിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭ്യമാകുന്ന കുടിവെള്ളമാണ് ഏക ആശ്രയം. ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ വരണം. ഈ വേനലൊക്കെ ആകുമ്പോൾ ഈ കടുമഴ, ഈ വേനൽ മഴയിൽ നിന്ന് വെള്ളമൊന്നും ആവുന്നില്ല. അപ്പൊ അതിന് വേണ്ട അധികാരികൾ, ഇതിന് വേണ്ടവരെ പ്രോജക്ട് എന്തെങ്കിലും നമുക്ക് വെള്ളറട പഞ്ചായത്തോ എവിടെയെങ്കിലും പരിശോധന ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അല്ലാതെ വെള്ളം ആർക്കും കിട്ടുന്നില്ല. സമീപ പഞ്ചായത്തുകളിൽ നിരവധി മിനി കുടിവെള്ള പദ്ധതികൾ രൂപം നൽകി വീടുകളിലേക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ച് മാതൃക കാട്ടുമ്പോഴാണ് വെള്ളറടയിൽ വേനൽക്കാലം ദുരിതമാകുന്നത്. ടാപ്പ് തുറന്നാൽ കാറ്റ് മാത്രം വരുന്ന പൈപ്പുകളാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് 18 വെള്ളറട. ഭർത്താവ് ഫോണിലൂടെ തലാഖ് ചൊല്ലിയെന്ന 21-കാരി. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവ് തള്ളിപ്പറഞ്ഞതായി യുവതി പറയുന്നു. മാനസികവും ശാരീരികവുമായുള്ള പീഡനം സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പിന്നാലെ ഫോൺ ചെയ്ത് തലാഖ് ചൊല്ലിയെന്ന് പറയുകയായിരുന്നു. നടുവട്ടം സ്വദേശിനിയുടെ പരാതിയിൽ എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. നടുവട്ടം സ്വദേശിയായ 21-കാരിയാണ് ഭർത്താവ് എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നതായും മൊബൈൽ ഫോണിലൂടെ തലാഖ് ചൊല്ലിയതായും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതിയെ ഷാഹുൽ ഹമീദ് ഫോണിൽ വിളിക്കുകയും ഇരുവരുടെയും കുഞ്ഞ് തന്റേതല്ലെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഉമ്മയുടെ മുന്നിൽ വെച്ച് തലാഖ് ചൊല്ലുകയാണെന്ന് പറഞ്ഞെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എൻ്റെ ഉമ്മാന്റെ മുന്നിൽ നിന്ന് വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തുതീരുമാനത്തിന് വിളിച്ചെടുത്തപ്പോൾ അവര് പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കണ്, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 1 വർഷമായപ്പോഴേക്കും ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കൈക്കലാക്കിയ ശേഷം സ്വർണം പോരെന്ന് പറഞ്ഞ് ഉപദ്രവം പതിവായി. വിദേശത്തായിരുന്നപ്പോൾ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും നാട്ടിലെത്തിയ ശേഷം മദ്യപിച്ച് മർദ്ദിക്കുന്നതും ആരംഭിച്ചതായി യുവതി പറയുന്നു. കട്ടിലിൽ നിന്ന് തള്ളി താഴെയിടും, ചുവരിൽ ചേർത്ത് കഴുത്ത് ഞെരിക്കുമായിരുന്നുവെന്നും യുവതി പറയുന്നു. ഉപദ്രവം തുടർന്നതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും യുവതി പറഞ്ഞു. എന്നാൽ തന്നോട് ആലോചിക്കാതെ വീട് വിട്ടു പോയതിലെ അമർഷം കാരണം ഇനി വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഫോണിലൂടെ തൊലാഖ് ചൊല്ലിയിട്ടില്ലെന്നാണ് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം. യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തൊലാഖ് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും സ്വർണവും പണവും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരൂർ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന മൊഴി ഇപ്പോഴും അഫാന്റെ മാതാവ് ഷെമി ആവർത്തിക്കുകയാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തെങ്കിലും വിശദമായ മറുപടി നൽകിയില്ല. വി വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ വിഷയത്തിൽ കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഷെമിയുടെ മൊഴിയാണ് ഏറ്റവും നിർണായകം. പക്ഷേ ഷെമി ഇപ്പോഴും മകനെ രക്ഷിക്കാനായി ഈ കട്ടിലിൽ നിന്ന് വീണു എന്ന വാദം ആവർത്തിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ പറയുന്നുമില്ല. പോലീസ് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്?
ശ്രീജ, ഷമിയുടെ നിലപാട് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കാരണം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന മൊഴി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും വെഞ്ഞാറമൂട് പ്രത്യേക കേന്ദ്രത്തിലെത്തി, സംരക്ഷിത കേന്ദ്രത്തിലെത്തി ഷമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവർ കട്ടിലിൽ നിന്ന് വീണു, മകനെ രക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. അതേ മൊഴി ആവർത്തിക്കുന്നു. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കുണ്ടാകുമോ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൃത്യമായ മറുപടി നൽകിയില്ല. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ആരോഗ്യനില പൂർണ്ണമായും ഇപ്പോഴും തൃപ്തികരമായിട്ടില്ല. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയതും 3ാം ഘട്ടത്തിലുമുള്ള തെളിവെടുപ്പാണ്. അതിനുവേണ്ടി നെടുമങ്ങാട് കോടതിയിലാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇന്ന് അപേക്ഷ പരിഗണിക്കും. ഒരുപക്ഷെ 3 ദിവസത്തെ കസ്റ്റഡിയിലാവും ലഭിക്കുക. ആദ്യത്തെ ദിവസം വിശദമായി ചോദ്യം ചെയ്യുകയും അടുത്ത ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്യും എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ 2 ഇടങ്ങളിലെ തെളിവെടുപ്പ്, അതായത് കൊലപാതകങ്ങൾ നടന്ന കേന്ദ്രങ്ങളടക്കം വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു. പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ താഴേപ്പാങ്ങോട്ടത്തെ വീട്ടിലും അതിനുശേഷം പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. ഈ ചുറ്റിക വാങ്ങിയ കട, അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനം, ആഭരണം, ഉമ്മുമ്മയുടെ മാല കൊണ്ട് പണയം വെച്ച ധനകാര്യ സ്ഥാപനം, അതിനുശേഷം എലിവിഷം വാങ്ങിയ സ്ഥലം, ഇവിടങ്ങളിലൊക്കെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. നേരത്തെ പേരുമലയിലെ സ്വന്തം വീട്ടിലേക്കും കൊണ്ടുവന്നെങ്കിലും 2 കൊലപാതകങ്ങളിലും അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും എടുത്ത കേസ്, ആ എഫ്ഐആറിലാണ് തെളിവെടുപ്പ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അതിന് പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് അടുത്ത ദിവസമായിരിക്കും പ്രതിയെ കൊണ്ടുവരിക. അവിടെയാണ് കാമുകയെയും അനുജനെയും കൊലപ്പെടുത്തിയത്. അമ്മയെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും ഇതേ വീട്ടിൽ വെച്ചാണ്. ശ്രീകാന്ത്, PV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വീട് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ഇറക്കുന്നതിന് യൂണിയൻ പ്രവർത്തകർ നോക്കുകൂലി ആവശ്യപ്പെടുന്നതായി പരാതി. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശികളായ ജിനേഷും സ്മൃതിയുമാണ് ഇങ്ങനൊരു വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഉടമസ്ഥന് സാധനങ്ങൾ ഇറക്കാമെന്ന് ലേബർ ഓഫീസർ രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടും ഒരു ഫലവുമില്ല. പള്ളിച്ചൽ ഭഗവതിനട സ്വദേശി ജിനേഷ്, സ്മൃതി ദമ്പതികൾ സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് പലപ്പോഴായി നോക്കുകൂലി നൽകിയിരുന്നു. വിവിധ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ എല്ലാം ചേർന്നാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ നോക്കുകൂലി അമിതമായപ്പോൾ നെയ്യാറ്റിൻകര ലേബർ ഓഫീസറെ സമീപിച്ചു. ലേബർ ഓഫീസിൽ നിന്നുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. വീട് വെക്കാൻ നിർമ്മാണ സാധനങ്ങൾ ഇറക്കുന്നതിന് ഉടമസ്ഥന് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന് ലേബർ ഓഫീസർ ജിനേഷിന് കത്ത് നൽകി. ഈ കത്ത് ജിനേഷ് യൂണിയൻ തൊഴിലാളികൾക്ക് നൽകി. എന്നാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. പോലീസിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ലേബർ ഓഫീസിൽ നിന്ന് മാഡം പറഞ്ഞത് യൂണിയൻകാർക്കെതിരെ മാഡം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിയൻകാരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വധഭീഷണി വരെ ഉണ്ട്. നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അവർ പോകും, വീട് വയ്ക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. യൂണിയൻ പ്രവർത്തകർ പ്രശ്നപരിഹാരത്തിനെത്തിയ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. വീട്ടുസാധനങ്ങൾ കയറ്റിറക്ക് എന്നിവ ഗാർഹിക ആവശ്യങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. മേൽപ്പറഞ്ഞ ജോലികൾ ചെയ്യുവാൻ ഇഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുവാൻ തൊഴിലുടമയ്ക്ക് നിയമമായി അധികാരവും അവകാശവും ഉണ്ട്. രാഷ്ട്രീയ നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടുകൂടി പോലീസും നിശബ്ദരായി എന്നാണ് ജിനേഷിന്റെയും കുടുംബത്തിന്റെയും പരാതി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ്. സമരത്തിന്റെ 36ാം ദിവസമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് അവർ കടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിഗണിക്കുകയല്ല വേണ്ടത്, ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും വിനീതമായി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ദീർഘമായി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ നമ്മളുടെ ഉപരോധത്തിലേക്ക് കിടക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ പ്രതീക്ഷ കൈവിടിയാതെ ഞങ്ങൾ ഈ കേരളത്തിലെ ആശാവർക്കർമാര് നിപ്പയോടും കോവിഡിനോടും മത്സരിച്ച് ജയിച്ച സമര പോരാളികൾ ഒന്ന് തന്നെ പറയുന്നു, നിങ്ങളുടെ സമയം വൈകിട്ടില്ല. നിങ്ങളുടെ ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ കൃത്യമായി അതിൽ പങ്കെടുക്കും. അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട വിഷയങ്ങൾ ഉത്തരവായി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഉപരോധവും മറ്റ് കർമ്മങ്ങളുമായിട്ട് പോകത്തില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം ഇന്ന് 36-ാം ദിവസമാണ്. ഈ 36-ാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് അവർ പോകുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും ഏറ്റവും പുതിയ വാർത്തകളും എല്ലാമായി ന്യൂസ് ട്രെൻഡ്സ് ഇടവേളയ്ക്ക് ശേഷം അപർണ കുറുപ്പ് ചേരും.